നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ISRO മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശേഷം ഡോക്ടർ എസ് സോമനാഥ് അരൂരിലെത്തി. ബാല്യകാല സഹപാഠികളോടൊപ്പം കുടുംബമേളയിൽ പങ്കെടുക്കുവാനാണ് അദ്ദേഹം അരൂരിലെത്തിയത്. വാർത്തകൾ വിശദമായി. ജില്ലാതലത്തിൽ ക്വിസ് മത്സരത്തിന് 1ാം സ്ഥാനം കിട്ടിയിട്ടും സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ പറ്റാത്ത വിധം വീട്ടിൽ സാമ്പത്തിക പരാധീനതയുണ്ടായിരുന്ന ഒരു കാലം തനിക്കുണ്ടായിരുന്നുവെന്ന് മുൻ ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്. അധ്യാപകനായിരുന്ന പിതാവിന്റെ തുച്ഛ വരുമാനത്തിൽ നിന്നും എഞ്ചിനീയറിംഗ് പഠനത്തിന് പ്രവേശനം നേടാനും പഠനം പൂർത്തിയാക്കാനും വളരെ ക്ലേശിച്ചിരുന്നതായി അദ്ദേഹം സൂചിപ്പിച്ചു. കൂടാതെ അർബുദ രോഗത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല, ജാഗ്രത മാത്രം മതിയെന്നും അദ്ദേഹം സ്വന്തം അനുഭവത്തിലൂടെ വിശദീകരിച്ചു. അരൂർ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ സോമനാഥ് സഹപാഠികളുമൊത്തുള്ള കുടുംബമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. മാർച്ച് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ രാത്രി 8 മണി വരെ അരൂരിൽ ചീനമല റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമൊത്ത് പഴയകാല വിദ്യാലയ സ്മരണകൾ പങ്കിട്ടു. മനസ്സിലായത് അന്നത്തെ ഫസ്റ്റ് റാങ്കുകാരനും 7ാമത്തെ റാങ്കുകാരനും എനിക്ക് സയൻസിന് ഒരേ മാർക്കാണ്. അച്ഛൻ നമ്മളെ വഴക്ക് പറയും. കാരണം വഴക്ക് പറയുന്നത് ചെറുതായിട്ടൊന്നും വഴക്ക് പറയുന്നത് നിനക്കൊന്നൊരു വിവരമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വലിയ വിവരമൊന്നും ഇല്ല എന്നായിരുന്നു എൻ്റെ വിചാരം. നമുക്ക് ഏതെങ്കിലും അറിവുകൾ നൽകിയവർ എല്ലാം ഗുരുക്കന്മാരാണ്. അവരെല്ലാം ഈ നിമിഷത്തിൽ അവരെ ആദരപൂർവ്വം ഓർക്കുന്നു. ഇനി മറ്റേ നമ്മുടെ ഗ്രൂപ്പ് വാട്സാപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഈ ഗ്രൂപ്പ് ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ വാട്സാപ്പ് ദൈവത്തിനും നമ്മൾ ഈ അവസരത്തിന് വലിയൊരു സംസാരത്തിലും പെരുമാറ്റത്തിലും ഏറെ ലാളിത്യം പുലർത്തുന്ന ഡോക്ടർ സോമനാഥ് കൂട്ടുകാരോടൊപ്പം പാട്ടുപാടി, കവിത ചൊല്ലി, ചീനവല ഉപയോഗിച്ച് മീൻ പിടിച്ചു, പിന്നെ ഭക്ഷണം പങ്കിട്ടു. ബാല്യകാല സുഹൃത്തായ വേലപ്പന്റെ വസതിയിൽ സന്ദർശനം നടത്താനും ഡോക്ടർ സോമനാഥ് മറന്നില്ല. മുൻകാല അധ്യാപിക ഗ്രേസി ടീച്ചറും പരിപാടിയിൽ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രസിഡന്റ് KD അജയഘോഷ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ അലക്സ് സേവ്യർ, ശിവദാസൻ പിള്ള, കരുണാകരൻ, ശോഭന, വിജയലത, രാജേശ്വരി, പ്രദീപ്, മധു തുടങ്ങിയവരും ഗ്രൂപ്പ് അംഗങ്ങളായ വത്സൻ, രവി, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. ഏകദേശം 4 മണിക്കൂറുകളോളം ബാല്യകാല സുഹൃത്തുക്കളുമൊത്ത് ഡോക്ടർ സോമനാഥ് അരൂരിൽ ചെലവഴിച്ചു. ISROയുടെ പ്രൊഫസർഷിപ്പുള്ള ഡോക്ടർ സോമനാഥ് അടുത്ത കാലത്തായി കേരള സർക്കാരിന്റെ കേരളശ്രീ പദവിക്ക് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. നാസയുടെ പ്രത്യേക പദവി അടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം ഇതിനകം നേടിക്കഴിഞ്ഞു. ഡോക്ടർ സോമനാഥിനെ ആന്ധ്ര സർക്കാരിന്റെ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപദേഷ്ടാവായി കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു. കുടുംബാംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും നടന്നു.